നമസ്കാരം, സിമിട്ടിസിനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇവിടെ അപ്പു ഉണ്ട് കൂടെ. അപ്പു ഇവിടെ ഭയങ്കര വണ്ടി ഓടിയിര്. അപ്പു എന്തോ ചെയ്യുന്ന? വണ്ടി ഓടിയിരോ? ഞാൻ രാവിലെ വണ്ടി എടുത്തിട്ട് പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പം നമ്മൾ രാത്രി എടുത്തു വെക്കുന്ന സമയത്ത് അത് ലോക്ക് ചെയ്തിട്ട് ഹാൻഡിൽ ലോക്കും ചെയ്തിട്ട് അതിൻ്റെ അവിടുത്തെ ഇപ്പം ഞാൻ തുറന്നില്ലേ, അതൊക്കെ നന്നായി അടച്ചു വെച്ചിട്ടാണ് ഞാൻ എന്നും വണ്ടിയൊക്കെ അടച്ച് ഒക്കെ അതാക്കി ഇടുന്നത്. അങ്ങനെ ഞങ്ങൾ റേഷൻ കടയിലൊക്കെ പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം, അങ്ങനെ അതിനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഇനി ഇടുക്കിയിലേക്ക് സാധനങ്ങളൊക്കെ ഇങ്ങ് എടുത്ത് വെക്കാമെന്ന് വെച്ചു. അന്നേരം ഹെൽമെറ്റൊക്കെ ഞാൻ ഇതിനകത്ത് തന്നെയാണ് വെക്കാറ്. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ പിന്നെ അത് തപ്പാനായിട്ട് നടക്കണം. ചിലപ്പം പെട്ടെന്നൊന്ന് ധൃതിക്ക് എടുത്തുകൊണ്ട് പോകുമ്പോഴേ നമ്മൾ ഈ ഹെൽമെറ്റ് തപ്പിക്കൊണ്ട് നടക്കുമ്പോൾ ഒന്ന് സമയം പോകും. അത് മാത്രമല്ല അവിടെ ഇവിടെയും കൊണ്ടുപോയിട്ടിട്ട് അതിൻ്റെ ചില്ലൊക്കെ പോറൽ വീഴുകയും പൊട്ടുകയൊക്കെ ചെയ്യൂലോ എന്നൊക്കെ ഓർത്ത് ഞാൻ എപ്പോഴും ഡിക്കി തന്നെ വെക്കും കേട്ടോ. എനിക്ക് ഇതാകുമ്പോൾ നമ്മൾ വണ്ടി തുറന്ന് എന്നിട്ടല്ലേ നമ്മൾ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഓർക്കും, പെട്ടെന്ന് ഹെൽമെറ്റ് വെക്കാനും ഓർക്കും. അന്നേരം തപ്പിക്കൊണ്ട് നടക്കുകയും വേണ്ട. അവിടെ ഇവിടെയും തട്ടി പോറൽ വീഴുമോ പൊട്ടിപ്പോവോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് എളുപ്പത്തിന് ഞാൻ അങ്ങനെ വെക്കും. അപ്പം ഞാൻ ആദ്യം രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞാൽ ഹാൻഡിൽ ലോക്ക് ചെയ്ത് ഇട്ടേക്കുന്നതുകൊണ്ട് ഹാൻഡിൽ ലോക്കൊക്കെ മാറ്റിയിട്ട് കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ചേക്കും. സ്റ്റാർട്ട് ചെയ്തിട്ട് അല്പം നേരം വെക്കണം കേട്ടോ. ഏട്ടൻ നേരത്തെ മുതലേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഫസ്റ്റ് വണ്ടി എടുക്കുന്ന സമയത്ത് കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കേൾക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ട് അങ്ങ് കുറയും. ആ സൗണ്ട് കുറഞ്ഞിട്ട് ഭയങ്കര തീരെ കുറഞ്ഞ സൗണ്ടിലേക്ക് എത്തുന്ന ഒരു ഇതുണ്ട്. ഞാൻ ആ സൗണ്ടായിട്ട് ഞാൻ ഇനി പ്രത്യേകം ഞാൻ കേൾപ്പിച്ച് തരാം കേട്ടോ. അങ്ങനെ ആ ഒരു ഇതിൽ വേണം നമ്മൾ കുറേ നേരം അങ്ങനെ കുറച്ച് നേരം വെച്ചതിന് ശേഷം മാത്രമേ വണ്ടി എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മളിങ്ങനെ ഈ ബ്രേക്കും കൂടെ ഇതിങ്ങനെ അമക്കി പിടിച്ചിട്ട് വേണം, ഇടത് സൈഡിലെ ബ്രേക്കും കൂടെ ഇങ്ങനെ അമക്കി പിടിക്കണം. എന്നിട്ട് വേണം സ്വിച്ചേൽ ഇങ്ങനെ ഞെക്കാനായിട്ടോ. അപ്പോൾ സ്വിച്ചേൽ അന്നേരം ഞെക്കിയാൽ മാത്രമേ അത് സ്റ്റാർട്ട് ആവുള്ളൂ. ചില വണ്ടികൾക്കാണ് ഇങ്ങനെയുള്ളൂ, ചില വണ്ടികൾക്ക് അങ്ങനെയില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പിന്നെ കൈ അങ്ങോട്ട് വിടാം. കൈ വിടുന്നതിന് കുഴപ്പമൊന്നുമില്ല. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കൈ വിടുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കേട്ടല്ലോ സൗണ്ട്, അതുപോലെ കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സൗണ്ടും നമ്മൾ കുറച്ച് നേരം അങ്ങനെ തന്നെ അങ്ങ് വെച്ചിരുന്ന് കഴിയുമ്പോഴത്തേക്ക് ആ സൗണ്ട് അങ്ങ് മാറും, അതിനൊരു മാറ്റം വരും. അതിനുശേഷം മാത്രമേ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മുടെ വണ്ടിക്ക് ഭയങ്കരമായിട്ടും കംപ്ലൈൻറ്റ് ഉണ്ടാക്കുമെന്നാണ് ഏട്ടൻ പറഞ്ഞിട്ടുള്ളത്. അത് ഫസ്റ്റൊക്കെ നമ്മൾ വണ്ടി ഓടിച്ചു തുടങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. വായുന്ന പോലെയൊന്നും പായല്ലേ, റോക്കറ്റ് വായുന്ന പോലെയൊന്നും പായല്ലേ, മനുഷ്യനോട് പേടിച്ച് നിറച്ചിരിക്കുന്ന. ഞാൻ ഒത്തിരി സ്പീഡ് എടുത്തിട്ടൊന്നും അല്ല കേട്ടോ പോയിട്ടെ, പക്ഷേ വളവൊക്കെ എത്തിയ സമയത്ത് നന്നായിട്ട് സ്പീഡ് കുറച്ചിട്ടാണ് വളവൊക്കെ എടുക്കാറ്. അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നല്ലൊരു വളവാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. നല്ലൊരു വളവാണ്, ഭയങ്കരമായിട്ട് നല്ലതായിട്ട് വളഞ്ഞ് കിടക്കുന്ന ഒരു റോഡാണ് കേട്ടോ അവിടെ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സ്പീഡിലല്ല വളവിൻ്റെ അടുത്തൊന്നും എടുത്തത്. പക്ഷേ അതിന് മുമ്പേ വണ്ടി എടുത്തുകൊണ്ട് വന്നപ്പോൾ ഒരു 40 കിലോമീറ്റർ സ്പീഡിലായിരുന്നു ഞാൻ എടുത്തുകൊണ്ട് വന്നിരുന്നത്. അതാണ് അവൾ പറഞ്ഞത്, അയ്യോ ഞാൻ പേടിച്ച് വിറയ്ക്കുന്നത്. കാരണം ഞാൻ സാധാരണ അങ്ങനെ 40 കിലോമീറ്റർ സ്പീഡിലൊന്നും പോകാറില്ല, അങ്ങനെ കുറവാണ് വല്ലപ്പോഴും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും തിരക്ക് പിടിച്ചൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് മാത്രം. അത് 40 കൂടുതൽ ഇതുവരെ എടുത്തിട്ടേ ഇല്ല കേട്ടോ. ഏറ്റവും കൂടുതൽ 40 ഞാൻ എടുത്തിരിക്കുന്നത്, അതിൽ കൂടുതൽ ഞാൻ ഓടിച്ചിട്ടേ ഇല്ല. പക്ഷെ 40-ലേക്ക് ഓടിക്കുമ്പോൾ വണ്ടി കുറച്ചുകൂടെ സ്മൂത്തായിട്ട് നന്നായിട്ട് ഓടുന്നുണ്ട് കേട്ടോ. പിന്നെ വണ്ടികളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അത്രയും സ്പീഡൊക്കെ എടുത്ത് പോകാനായിട്ട്, തുടക്കക്കാരെ. അല്ലാത്തവർക്ക് പിന്നെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഇതും നല്ലൊരു വളവാട്ടോ. ഭയങ്കര വളവുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ഉറപ്പായിട്ടും അത് കൺട്രോൾ ചെയ്തിട്ട് വേണം നമ്മളത് ഓടിക്കാൻ. സ്പീഡ് നന്നായിട്ട് കുറച്ചിട്ട് ഹോണൊക്കെ അടിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇനി നമ്മളെപ്പോഴും വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മളെപ്പോഴും ബാങ്കിൽ പോകാനും എപ്പോൾ നമ്മൾ സാധനം മേടിക്കാനാണെങ്കിലും വരണമെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്കാണ് വരേണ്ടത്. ഇവിടെ വന്നിട്ട് വേണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനായിട്ട്. ഇനിയിപ്പോൾ നമ്മളിതിപ്പം കയറിയിരിക്കുന്നത് കുണ്ടറ റോഡാണ് കേട്ടോ. കുണ്ടറ റോഡിലേക്കാണ് നമ്മൾ ചെന്ന് കയറുന്നത്. കുണ്ടറ ഭരണിക്കാവ് റോഡ്, അതിലെ കുണ്ടറ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കവിടെയാണ് റേഷൻ കട. കുണ്ടറ വരെ പോകണ്ട കേട്ടോ. നമ്മൾ ഇങ്ങനെ ആ റോഡ് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ചിലർക്കൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവില്ല ആ റോഡ് ഏതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
പിന്നെ ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല. ഇപ്പോൾ അത് നമ്മൾ എണ്ണ അടിക്കുന്ന പമ്പാണ്, സാധാരണയായിട്ട് എണ്ണ അടിക്കുന്ന പമ്പാണ്. ഞാൻ ഇന്നും കൂടെ എണ്ണ അടിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ അന്നേരം ഞാൻ വീഡിയോ എടുത്തില്ല. ഇതുപോലെ വണ്ടികളൊക്കെ എണ്ണ അടിച്ചേച്ച് ഇറങ്ങി വരുന്ന വണ്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കണം. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ സ്പീഡ് കുറച്ച് പ്രാക്ടീസ് ചെയ്യണമെന്ന്. ഈ സമയത്തൊക്കെ നമ്മൾ സ്പീഡ് കുറച്ച് ഇങ്ങനെ ലിമിറ്റ് ചെയ്ത് കാല് കുത്താതെ തന്നെ നമുക്ക് നന്നായി ഓടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് നന്നായി വണ്ടി ഓടിക്കാൻ കഴിവുള്ളവരാണെന്നാണ് കേട്ടോ. അന്നേരം അത് കഴിഞ്ഞൊന്നും ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് ഫ്രണ്ടിലൊക്കെ എനിക്ക് സാധനം കുറച്ച് ഇരിപ്പുണ്ട്, ഡിക്കിക്കകത്ത് സാധനം ഇരിപ്പുണ്ട്. അരിയും റേഷനാണല്ലോ, റേഷൻ അരിയും പിന്നെ ആട്ടയും അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് കാല് വെക്കാൻ അവിടെ ശരിക്കും പറഞ്ഞ സ്ഥലമില്ല കേട്ടോ, സ്ഥലം കുറവാണ്. എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് കാല് വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് റേഷനും ഒത്തിരി സാധനങ്ങളൊക്കെ ഒത്തിരി ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ചിട്ട് കൊണ്ടുപോകുന്നത്. കുറച്ച് സാധനങ്ങളൊക്കെ ഫ്രണ്ടിൽ വെക്കും, ബാക്കി ഡിക്കിയിലൊക്കെ വെച്ച് അങ്ങനെ ഒതുക്കി വെച്ചാണ് ഞാൻ കൊണ്ടുപോകാറുള്ളത്. പക്ഷേ ഇന്ന് എനിക്ക് കാല് വെക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പറ്റത്തില്ലായിരിക്കും, എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, എനിക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റി. അത് മാത്രമല്ല വെയിറ്റ് കൂടിയപ്പോൾ ഉണ്ടല്ലോ ശരിക്കും എനിക്ക് വണ്ടി ഓടിക്കാൻ കുറച്ചുകൂടെ സുഖം കൂടുതൽ തോന്നുകയാണ് ചെയ്തത്. കുറച്ചുകൂടെ കൂടുതൽ സുഖം തോന്നിയിട്ടുണ്ടായിരുന്നു വണ്ടി ഓടിക്കാനായിട്ട്. അപ്പം വെയിറ്റ് കൂടുന്നതനുസരിച്ചാണ് ഇപ്പം നമുക്ക് കുറച്ചുകൂടെ വണ്ടി ഓടിക്കാൻ സുഖം കൂടുതലായിട്ട് തോന്നുന്നത്. വെയിറ്റ് കുറഞ്ഞ വണ്ടിയാണെങ്കിൽ പെട്ടെന്ന് പാളി പോകുന്നതായിട്ട് തോന്നും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് കൂടുതലുള്ള വണ്ടികൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ വെയിറ്റ് വെച്ച് ഓടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കതായിരിക്കും ഏറ്റവും സുഖം. തന്നെ പോകുന്നതിനേക്കാളും തന്നെ പോകുമ്പോൾ ഈ റോഡുകളൊക്കെ നിരപ്പാണെന്ന് നമുക്ക് കാണുന്നുണ്ടെങ്കിലും ഈ ചെറിയ ടാറിങ്ങിൽ തന്നെ കട്ടർ പോലെ അങ്ങ് കാണും, നമ്മൾ അറിയത്തില്ലല്ലോ. പക്ഷെ അങ്ങനെ പോകുമ്പോൾ നമ്മളിങ്ങനെ കുലുങ്ങിയായിരിക്കും പോകുന്നത്. പക്ഷെ പുറകിൽ ആളുണ്ട്, ഇപ്പോൾ മുമ്പിൽ സാധനങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ വണ്ടിക്കകത്ത് ഡിക്കിയിലൊക്കെ സാധനങ്ങളുണ്ട്. അങ്ങനെ വെയിറ്റ് വെച്ചാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ ഭയങ്കര സ്മൂത്തായിട്ട് നമുക്ക് പോകാൻ പറ്റും. നമ്മൾ എല്ലാം കൂടെ വെച്ചൊന്ന് കൺട്രോൾ ചെയ്ത് ഓടിച്ചാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റൂ കേട്ടോ. എനിക്കിന്നത് ഒത്തിരി ഫീൽ ചെയ്തു. ഞാൻ ആദ്യം ഓട്ടോയൊക്കെ വിളിച്ച് ഇവളെ പറഞ്ഞു വിടാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അവൾ പറഞ്ഞു ഇല്ല ഞാൻ ഇതിനകത്തേ വരത്തുള്ളൂ. അങ്ങനെ വാശി പിടിച്ചുകൊണ്ട് ഞാൻ ആ വാശിയിലിങ്ങ് പോന്നു. പക്ഷെ എനിക്ക് തോന്നി അതായിരുന്നു നല്ലത്, അവൾ പറഞ്ഞതാണ് ശരി, അത് കറക്റ്റായിരുന്നു. എന്തായാലും അടിപൊളിയായിട്ട് എനിക്കിന്ന് സാധനമൊക്കെ വെച്ചുകൊണ്ട് വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് വരാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.